ഈ വാക്സിൻ റിലേറ്റഡ് ആണോ ഈ മരണങ്ങൾ എന്നുള്ളത് അത് നേരത്തെ ICMR തന്നെ അവർ തള്ളിക്കളഞ്ഞതാണ്. അവരൊരു പഠനം നടത്തിയിരുന്നു ഈ പറയുന്ന 2020 മുതൽ 2023 വരെയുള്ള കോവിഡ് റിലേറ്റഡ് ഡെത്ത്, കോവിഡ് ബാധിച്ചവരും വാക്സിൻ എടുത്തവരും പെട്ടെന്ന് മരിച്ചുപോയ ആളുകളുടെ സംഭവത്തിൽ അത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്ന് ICMR തന്നെ തെളിയിച്ചതാണ്. അതല്ലാതെ തന്നെ ഇപ്പോൾ ഇന്ത്യ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ ഒരു തലസ്ഥാനമായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അതങ്ങനെ സവിശേഷമായി വരാൻ ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങൾക്ക് ജനറ്റിക്സിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അത്തരം ആളുകളെ ശ്രദ്ധിച്ചറിയാം, അവർക്ക് ഈ വിസറൽ ഫാറ്റ് വളരെ കൂടുതലായിരിക്കും. ഇവർ ഭക്ഷണം കഴിച്ചാൽ തടി വയ്ക്കുക വയറിന് ചുറ്റുമാണ്. മറ്റു രാജ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവർ തടി വയ്ക്കുന്ന പല സ്ഥലങ്ങളിലായിരിക്കും, നമുക്ക് വയറിൻ്റെ അവിടെയാണ് തടി വയ്ക്കുക. ഈ വിസറൽ ഫാറ്റ് അധികം ശ്രദ്ധിക്കില്ല. ഒന്ന് വിസറൽ ഫാറ്റിന് 2 തരമുണ്ട്. ഒന്ന് നമ്മുടെ വയറിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ പിടിച്ച് നോക്കാവുന്ന ഫാറ്റുണ്ട്. ഇതിനകത്ത് ഓർഗൻസിനെ ബാധിക്കുന്ന ഫാറ്റുണ്ട്, ലിവറിനെയും മറ്റു ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്ന ഫാറ്റ്. അത് അധികം ശ്രദ്ധിക്കില്ല, അത് അൺനോട്ടീസ്ഡായിട്ട് പോകും. അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഡയബറ്റിക്സിൻ്റെ പ്രശ്നം, മറ്റൊന്ന് കാർഡിയോ വാസ്കുലർ ഡിസീസ്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് കൂടാതെ നമ്മുടെ എണ്ണ ഉപയോഗം നമുക്ക് തന്നെ അറിയാം. നമ്മൾ വൈകിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ എണ്ണക്കടികൾ ആ എണ്ണ ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ നമ്മളോട് എന്താ പറഞ്ഞു, അത് പ്യൂരിഫൈ ചെയ്ത് വണ്ടി എഞ്ചിൻ ഓയിലാക്കി മാറ്റും എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം അതിൻ്റെയൊക്കെ ഒരു അപ്പോൾ ഈ എണ്ണ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്ന്. മറ്റൊന്ന് പൊല്യൂഷനാണ്. ഇന്ത്യ ഒരു പൊല്യൂട്ടഡ് കൺട്രിയാണ്. ഈ പൊല്യൂഷൻ നമ്മുടെ ഈ ഹൃദയാരോഗത്ത് നേർക്കുതരാം, നമുക്ക് സ്ട്രോക്ക് വരാനും ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം ഈ അരിയാഹാരത്തിൻ്റെ അമിത ഉപയോഗം. മറ്റൊന്ന് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വൈകി ഉറക്കമില്ലായ്മ, എക്സസൈസ് ഇല്ലായ്മ, വർക്കൗട്ടില്ലായ്മ. ഈ വർക്കൗട്ട് എന്തോ ഒരു അത് ചെയ്യാത്തവരൊക്കെ മോശം, അല്ലെങ്കിൽ അത് ചെയ്യുന്നവർ നല്ല അർത്ഥത്തിലല്ല. വർക്കൗട്ട് എന്നൊരു ലക്ഷറിയാണ് ആക്ച്വലി. ഒരാൾ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോവാണ്, അയാൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് പണിക്ക് പോകാൻ പോകും, അങ്ങനെ ഉണ്ടല്ലോ. വർക്കൗട്ട് ചെയ്യുക, ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ലക്ഷറിയാണ്. 2 അർത്ഥത്തിൽ ലക്ഷറിയാണ്. ഒന്ന്, അയാൾക്ക് കറക്റ്റ് സമയത്ത് പണിക്ക് പോയി ശമ്പളം കിട്ടില്ല. മറ്റൊന്ന്, ജിമ്മിൽ കൊടുക്കാൻ കാശും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ മുമ്പ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ധനികരിയാണ് ബാധിച്ചതെങ്കിൽ, പണ്ട് ഷുഗറും പ്രഷറും ഉണ്ടെന്ന് പറയുന്നത് പൊങ്ങച്ചായിരുന്നെങ്കിൽ, ഇന്ന് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇത് മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനിയും നമ്മുടെ പാഠപുസ്തകങ്ങൾ എടുത്ത് നോക്കുക. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല, അതിനെ എങ്ങനെ ചെറുക്കാമെന്ന് പഠിപ്പിക്കുന്നില്ല. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ അരിയാഹാരം കൂടുതൽ കഴിക്കുന്ന മലയാളികളെ തന്നെ അത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു ജനറ്റിക്സ് ഇങ്ങനെയാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള അസുഖം ഇതാണ്, നമ്മളതിനെ ചെറുക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തണം എന്ന് കുട്ടികളെ തൊട്ട് പഠിപ്പിച്ചു കൊള്ളണം. നമ്മുടെ കരിക്കുലത്തിൽ അത് കൊണ്ടുവരണം. സർക്കാർ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം. പൊതുവായ നമുക്കത് സാധിക്കും. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ പ്രസ്ഥാനം നടത്തിയതുപോലെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെതിരെ തന്നെ ഒരു പ്രസ്ഥാനം തന്നെ കൊണ്ടുവരാൻ കഴിയും. അതിന് കഴിയുന്നൊരു സമൂഹമാണ് മലയാളികൾ. അതിനൊക്കെ സർക്കാർ മുൻകൈ എടുക്കണം. സർക്കാരിന് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു പല പരിപാടികളുള്ളതുകൊണ്ട്, അയ്യപ്പ സംഘമൊക്കെ നടത്താറുള്ളതുകൊണ്ട് ഇതിന് സമയം കിട്ടിയെന്ന് വരില്ല. ബട്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു കൂട്ടായ രീതിയിൽ നമുക്കതിന് ചെറുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ നിഷാദ് ഒരു സംഗതികളാണ്, ഈ ഞാനിപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അവർ അമേരിക്കയിൽ ഇതിൽ വർധന ഉണ്ടാകുന്നുണ്ട്, ഈ കാർഡിയാക് മരണങ്ങളുടെ. അതിൽ ഇവിടുത്തെ അത്ര പെർസെൻറ്റേജ് ഇല്ല, 2% വർധനയാണ് അതിൽ പറയുന്നത്. പക്ഷേ അതിനകത്ത് ആ 2%-നകത്ത് അത്ലറ്റുകൾക്കിടയിലാണ് ഇത് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മളിനെ ശ്രദ്ധിക്കുക, ഈ ജിം ട്രെയിനേഴ്സ് മരിക്കുന്നത്, മെക്സവലിൽ ട്രെയിനേഴ്സായിട്ടുള്ള ആൾ മരിച്ചത്, അങ്ങനെ വളരെ ഈ പറഞ്ഞ എന്താണ് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന, ഈ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന മനുഷ്യർ പുകവലിക്കാത്ത പൊടുന്നനെ മരിച്ചു വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട് ദിവസങ്ങളായിട്ട്. അപ്പോൾ അത്ലറ്റുകൾക്കിടയിൽ ഇത് വലിയ തോതിലുണ്ട് എന്ന് ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ തന്നെ പഠനത്തിൽ പറയുന്നു.